നമസ്കാരം. പി ജയരാജനെ CPM-ൽ നിന്ന് പുറത്താക്കാൻ സാധ്യത. ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി ജയരാജൻ പങ്കെടുത്തു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറന്നെത്തിയ പി നൽകിയ വിശദീകരണം പാർട്ടിക്ക് തൃപ്തികരമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രകാശ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയും ശോഭാ സുരേന്ദ്രന്റെയും ദല്ലാൽ നന്ദകുമാറിന്റെയും അവകാശവാദങ്ങളും വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ പി തന്നെയാണ് എങ്ങും സംസാര വിഷയം. CPM-ൽ പിയുടെ ഭാവി എന്ത് എന്ന് മാത്രമല്ല, രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ളതും ചോദ്യ ചിഹ്നമാണ്. തന്നെക്കാൾ ജൂനിയറായ ഗോവിന്ദൻ മാഷെ പാർട്ടി സെക്രട്ടറി ആക്കിയതും പിക്ക് അനിഷ്ടം ഉണ്ടാക്കിയ സംഭവമാണ്. ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയിൽ പി ഇടഞ്ഞു നിന്നതും കേരളം മുഴുവൻ കണ്ട കാര്യമാണ്. ഇതിനു വേണ്ടി തയ്യാറാക്കിയ ലിസ്റ്റിൽ പിയുടെ പേരുണ്ടായിരുന്നു. ആദ്യം ആരൊക്കെ പങ്കെടുക്കണമെന്നൊക്കെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അത് പി ജയരാജന്റെ പേര് ആരൊക്കെ പങ്കെടുക്കണം ജാഥാംഗങ്ങളെ പറ്റി ജാഥാംഗങ്ങളെ തീരുമാനിച്ചിട്ടുണ്ട്. ജാഥാംഗങ്ങളെല്ലാം ഇവിടെ തീരുമാനിച്ചവരെല്ലാം ഇവിടെ ജാഥാംഗങ്ങളായിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. കമ്മിറ്റിന് ശേഷം അധ്യക്ഷനെ വഹിച്ചല്ലോ കമ്മിറ്റിയുടെ പോരെ. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ വഹിച്ച് പി ജയരാജനായിരുന്നു കഴിഞ്ഞതിന്റെ തൊട്ട് മുമ്പ്. അദ്ദേഹം കുറച്ചു കാലം ചികിത്സയായിരുന്നു എന്നുള്ളത് ഞങ്ങൾ പരസ്യമായി പറഞ്ഞ കാര്യമാണല്ലോ. നിങ്ങൾ അദ്ദേഹത്തെ ചികിത്സിക്കാൻ തന്നെ വിടൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? RSകാരെല്ലാം കൂടിയിട്ടാണ് മുമ്പ് കോൺഗ്രസിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി വെടിവെച്ചത്. ആ ഉണ്ട ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് അദ്ദേഹത്തിന് ചികിത്സ പോകണം. ആ ചികിത്സയാണ് പലപ്പോഴും നടത്തേണ്ടി വരുന്നത്. അപ്പോഴാണ് അദ്ദേഹം ലീവ് എടുത്തത്. ആ ലീവാണ് കഴിഞ്ഞ സന്ദർഭത്തിലുണ്ടായത്. അത്രയേ ഉള്ളൂ കാര്യം. അന്നു മുതൽ തന്നെ പാർട്ടിയും പിയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെ കരുതണം. ബുദ്ധിയുള്ളവർ BJP-യിലേക്ക് പോകുമോ എന്നൊക്കെ പി ജയരാജൻ ചോദിക്കുന്നുണ്ടെങ്കിലും ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത് പാർട്ടിയെ അറിയിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന ഉറച്ച നിലപാടിലാണ് നിൽക്കുന്നത്. ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകരല്ലേ. ഞാൻ പോയിട്ട് BJP ചേരുക കേരളത്തിൽ? അയ്യയ്യ വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ വാർത്ത ആ വാർത്തക്ക് അധികം ആയുസില്ല എന്ന് മനസ്സിലായി. കൺവീനർ സ്ഥാനം മാറ്റും, രാജിവെക്കും എന്നൊക്കെയാണ് അങ്ങനെ പി ജയരാജൻ കുറച്ച് കാത്തിരിക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയനും പി ജയരാജനും ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതിലുള്ള അനിഷ്ടം തുറന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് പി ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ. എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഈ വെളിപ്പെടുത്തൽ പാർട്ടിക്ക് ദോഷമായി വന്നു എന്ന നിലപാടിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉള്ള ഘടക കക്ഷികൾ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.